ഹയർ സെക്കൻഡറി 1ാം വർഷ ചരിത്ര പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രമേയം 8 സംസ്കാരങ്ങളുടെ അഭിമുഖീകരണം. തീം 8 കൺഫ്രണ്ടേഷൻ ഓഫ് കൾച്ചേഴ്സ്. അപ്പോൾ അതിൽ കൊളംബസ് ഇന്ത്യ തുടങ്ങി കിഴക്കൻ രാജ്യങ്ങളിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ച് അമേരിക്കയിൽ ചെന്നുപെടുന്നതും അതുവഴി ഒരു പുതിയ ലോകം കണ്ടുപിടിക്കുന്നതും, അപ്പോൾ ആ രണ്ട് സംസ്കാരങ്ങൾ അഭിമുഖീകരണത്തിന് വിധേയമാകുന്നതും, തീർത്തും വികസിതമായ ഒരു സംസ്കാരം ഒരവികസിത സംസ്കാരവും തമ്മിൽ അഭിമുഖീകരണം. അപ്പോൾ ആ വികസിത സംസ്കാരം അവികസിത സംസ്കാരവും നമ്മൾ പറയുന്ന ആ ഉജ്ജ്വലമായ ഗോത്ര സംസ്കാരത്തിനെ ഇല്ലാതാക്കുന്നത് കാണുകയാണ്. അപ്പോൾ ഈ പാഠത്തിൽ ഫോക്കസ് പോയിന്റിലുള്ളത് അസ്ടെക്സ്, മായാസ്, ഇൻകാസ് മാത്രമാണ്. അപ്പോൾ അസ്ടെക്സും ഇൻകാസും മെക്സിക്കോ ഭാഗത്ത് വലിയ സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ച് ജീവിക്കുന്നു. ഇൻകന്മാരാണെങ്കിൽ തെക്കേ അമേരിക്കയിലെ പെറു. ഇത് രണ്ടും നിങ്ങൾ വേൾഡ് മാപ്പിൽ നോക്കി കാണും. മെക്സിക്കോയുടെ സ്ഥാനം പനാമയുടെയൊക്കെ കുറച്ച് മുകളിലായിട്ട് ഇൻക എംപയറൊക്കെ നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. പെറു എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്ഥാനം കാണുന്ന രസമാണ്. തെക്കേ അമേരിക്കയിൽ അങ്ങ് കടലിനോട് ചേർന്ന് നീണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന പെറു എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ. അപ്പോൾ ആ മായ സംസ്കാരം ചെറിയ സംസ്കാരമായിരുന്നു. അത് നമ്മൾ പറഞ്ഞു. അസ്ടെക് സംസ്കാരമാണ് കുറച്ചുകൂടെ വലിയ ചോദ്യമായിട്ട് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കാം, essay ആയിട്ട് ചോദിക്കാം. മായൻ കൾച്ചർ ചെറിയ ഇതായിട്ട് വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻസ് ഓഫ് മായൻ കൾച്ചർ ടു ദ വേൾഡ് എന്നുള്ള രീതിയിൽ ചെറിയ സംസ്കാരമായിട്ടും ചോദിക്കാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം പഠിച്ചത് ഇൻകന്മാരെക്കുറിച്ചാണ്. ഇൻകാ സംസ്കാരം, ഇൻകാസ്. അപ്പോൾ അതിൽ തെക്കേ അമേരിക്കയിൽ ഒരുപക്ഷെ ഏറ്റവും വലുതെന്ന് പറയാവുന്ന സംസ്കാരമാണ് ഇൻകൻ സംസ്കാരം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാം തന്നെ കൃഷി ഏറ്റവും കൂടുതൽ ചോളം കൃഷിയാണ്, പൊട്ടറ്റോ കൃഷി. അപ്പോൾ ഇതൊക്കെ നടത്തി കുസ്കോ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രമായിട്ട് ഒരു വലിയ സംസ്കാരം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു ദശലക്ഷം വരുന്ന ജനതയൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ആ സ്ഥലത്തോട്ടാണ് യൂറോപ്യന്മാർ സ്വർണത്തിനും ധനത്തിനോടും ആർത്തി ഭരണം പിടിച്ചെടുക്കാനുള്ള അതിമോഹം, പിന്നെ സ്വന്തം മതമായ ക്രിസ്ത്യാനിറ്റി അവിടെ എല്ലാം പടർത്താനുള്ള താല്പര്യം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കും എന്തിനൊക്കെ വേണ്ടിയാണ് ഈ എക്സ്പ്ലോറേഷൻസൊക്കെ നടത്തിയതെന്ന്. എന്നാലും നമ്മൾ കണ്ട കോൺ, പിന്നെ ചോളത്തിൻ്റെയൊക്കെ പടങ്ങൾ, ഇതിൻ്റെയൊക്കെ കൃഷി കൂടെ സുഖകരമായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ജനതയുടെ മുകളിലുണ്ടായ അധിനിവേശം, അവരുടെ സംസ്കാരം അപ്പാടെ തകർന്ന് തരിപ്പണമാകുന്നതും നമ്മൾ കാണുന്നു. വോയേജസ് ഓഫ് എക്സ്പ്ലോറേഷൻസ് ബൈ യൂറോപ്യൻസ്. അപ്പോൾ വലിയ പ്രാധാന്യം ഫോക്കസ് പോയിന്റിലും ഇല്ല, ഫോക്കസ് പോയിന്റ് അല്ലാത്തുള്ള കാലത്തും അവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കലോ ഇതായിട്ടില്ല. അപ്പോൾ നമ്മളിത് ജസ്റ്റ് പറഞ്ഞ പോലെ ഉണ്ടാകത്തുള്ളൂ. During the 15th and 16th centuries, explorations from European countries started voyages to discover new territories and trade routes. 15 16 നൂറ്റാണ്ടുകളിൽ യൂറോപ്യൻ നാടുകളിൽ നിന്നും പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമുദ്രയാത്രകൾ ഇങ്ങനെ നടത്തപ്പെട്ടു. These adventurous journeys led to many geographical discoveries. അപ്പോൾ ഈ സാഹസിക യാത്രകൾ ഒരുപാട് ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങൾ കാരണമായി. പിന്നെ പ്ലിനിയുടെയും ടോളമിയുടെയൊക്കെ പിന്നെ പുസ്തകങ്ങൾ, ഇതൊന്നും കൂടാതെ കുറേ സാങ്കല്പിക ആയിട്ടുള്ള മറ്റ് രാജ്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള പുസ്തകങ്ങൾ, കഥകൾ, മറ്റ് രാജ്യങ്ങളുടെ സംസ്കാരങ്ങൾ, ഇതൊക്കെ എല്ലാത്തിനും പ്രചോദിതരായി പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ആ കണ്ടുപിടിക്കാൻ ഇറങ്ങുന്നവർക്ക് രാജാക്കന്മാരുടെ എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ട്. അവർ പിന്നെ കപ്പലുകളും ജീവനക്കാരെയും സകലവിധ സാമഗ്രിയും വിട്ടുകൊടുക്കും. അതുപോലെ ഈ കണ്ടുപിടിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലെ തലവനായിട്ട് ഇയാൾക്ക് നിൽക്കാം. അപ്പോൾ അതിൻ്റെ കപ്പം കൊടുക്കണമെന്നുള്ളതേ ഉള്ളൂ സഭയ്ക്ക്. അപ്പോൾ സഭയുടെ എല്ലാ പിന്തുണയുണ്ട്. അപ്പോൾ ശരിക്കും പണക്കാരനാവാനും അധികാരം നേടാനും ഒക്കെ അത്യാർത്ഥിയുള്ള യൂറോപ്യന്മാർക്ക് ഈ യാത്രകൾ വളരെ താല്പര്യകരമായിരുന്നു. ഇനി ഇതിന് അന്ന് അത്രയും കാരണമായത് ദ ഡിസ്കവറി ഓഫ് മാഗ്നറ്റിക് കോമ്പാസ് ഫെസിലിറ്റേറ്റഡ് ദ വോയേജസ്. മാഗ്നറ്റിക് കോമ്പാസ് വേറെ ഒന്നുമല്ല, മാഗ്നറ്റ് ഉപയോഗിച്ച കാന്തികമായിട്ടുള്ള വടക്ക് നോക്കി യന്ത്രം. അതുവരെ കടലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ദിശ അറിയാൻ വലിയ മാർഗ്ഗമൊന്നുമില്ല. നക്ഷത്രങ്ങളുടെയൊക്കെ ദിശ നോക്കിയായിരുന്നു വടക്ക് നോക്കി യന്ത്രം കണ്ടുപിടിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഇത് പിന്നെ അന്ന് കടലിൽ ഒരുപാട് ശത്രുക്കളുണ്ട്, കടൽ കൊള്ളക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവരെയൊക്കെ എതിരിടാൻ പറ്റുന്നത് ദ ഇൻവെൻഷൻ ഓഫ് ഗൺ പൗഡർ, വെടിമരുന്നിൻ്റെ കണ്ടുപിടുത്തം.
അപ്പോൾ പിന്നെ ഈ വടക്ക് നോക്കി യന്ത്രത്തിൻ്റെയും വെടിമരുന്നിൻ്റെയും കണ്ടുപിടുത്തത്തോടുകൂടി കടലിൽ ദിശയറിയാനും സുരക്ഷിതമായിട്ട് പോകാനും പറ്റി. അടുത്ത് നോക്കാം. ബൈ ദിസ് ടൈം മെനി ഇംപ്രൂവ്മെൻറ്റ്സ് വെയർ മെയ്ഡ് ഇൻ ഷിപ്പ് ബിൽഡിംഗ്. കപ്പൽ നിർമ്മാണത്തിൽ നല്ല പുരോഗതി ഉണ്ടായി. അതുപോലെ ആ ഭാഗങ്ങളെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഇറങ്ങി. അതിലൊരു പുസ്തകമാണ് 1477 പ്രിൻ്റ് ചെയ്ത ടോളമീസ് ജിയോഗ്രഫി. ടോളമി സ്പെല്ലിംഗ് ആണ് PTOLEMY. ടോളമിയുടെ ജിയോഗ്രഫി. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോഴേക്കും ആൾക്കാർക്ക് വലിയ താല്പര്യം. ഇത് അറ്റ്ലാന്റിക് ക്രോസിംഗ് ക്രിസ്റ്റഫർ കൊളംബസ്. അപ്പോൾ ഇതൊന്നും എക്സാം പോയിന്റ് അല്ല, നിങ്ങൾ ചുമ്മാ നോക്കിയാൽ അത് സാന്റാ മരിയ, പിൻറ്റ, നീന തുടങ്ങിയ ചില കപ്പലുകളിൽ. അപ്പോൾ ചെറിയ കപ്പലുകളാണ്, കുറച്ച് ജീവനക്കാരും. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വിസ്തൃതി ഒന്നും അറിഞ്ഞുകൂടാതെ ഈ കൃഷിക്കാർ അവിടെ ക്രോസ് ചെയ്ത്, അത് പിന്നെ പടിഞ്ഞാറോട്ട് പോയി കിഴക്കൻ രാജ്യങ്ങളിൽ വരാം, നമ്മുടെ നാട്ടിൽ വരാൻ വേണ്ടായി പോകുന്നത്. അവിടെ ചെന്ന് കയറിയത് അങ്ങ് അമേരിക്കയിലാണെന്നുള്ളതേ ഉള്ളൂ. എന്നിട്ടും അതൊരു ന്യൂ ഐലൻഡ് കോണ്ടിനെൻ്റ് ആണെന്ന് ഒന്നും അറിയാതല്ലേ ക്രിസ്റ്റഫർ കൊളംബസ് തിരിച്ചു പോരുന്നത്. അപ്പോൾ അറ്റ്ലാന്റിക് ക്രോസിംഗ് വലിയ പ്രാധാന്യം ഒന്നുമില്ല. പ്രാധാന്യമുള്ളത് അതിനിടയ്ക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്നത് വേറൊന്നാണ്. അപ്പോൾ ഈ ജിയോഗ്രാഫിക്കൽ ഡിസ്കവറീസിനെല്ലാം അന്ന് പയനീറായത് പോർച്ചുഗലാണ്. പോർച്ചുഗലും സ്പെയിനും ഒക്കെയാണ് കണ്ടുപിടുത്തങ്ങൾ ഏറ്റവും മിടുക്കർ. പോർച്ചുഗലിലെ നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പോർച്ചുഗൽ ഹെൻറി ദ നാവിഗേറ്റർ. ഹെൻറി എന്നാണ് പിന്നെ രാജാവിൻ്റെ പേരെങ്കിലും അയാളെ സ്നേഹപൂർവ്വം ജനങ്ങൾ ഹെൻറി ദ നാവിഗേറ്റർ എന്നൊക്കെ വിളിച്ചു. ഈ പാട്രണൈസ്ഡ് വോയേജസ് എല്ലാത്തിനും അദ്ദേഹം താല്പര്യപ്പെടുത്തി ഒരുപാട് പേര് പോർച്ചുഗലിൽ ഇങ്ങനെ യാത്ര പോയി. അതുപോലെ സ്പെയിൻ, ഈ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായിട്ട് ഇംഗ്ലണ്ട് മാറുന്നതിന് മുമ്പ് ലോകത്തെ ഏറ്റവും വലിയ ശക്തി സ്പെയിൻ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ there were 3 motives behind the geographical explorations. ഈ കണ്ടുപിടുത്തങ്ങൾക്ക് 3 കാരണങ്ങളുണ്ടായിരുന്നു. എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ്. സാമ്പത്തികം, രാഷ്ട്രീയം, മതപരം. അപ്പോൾ കാണുന്ന വോയേജസ് ഓഫ് എക്സ്പ്ലോറേഷൻസ് എന്ന് പറഞ്ഞ ഇയേഴ്സാണ്. ഈ കണ്ട ഇയേഴ്സ് എല്ലാം കൂടെ കാണാൻ പിടിക്കാനൊന്നുമില്ല, വളരെ പ്രധാനപ്പെട്ടത് നോക്കിയിട്ട് കുറച്ച് മാത്രം. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും എക്സാം പോയിൻ്റായിട്ട് വലിയ വ്യൂ ഇല്ല. എങ്കിലും എന്തിനാണ് യൂറോപ്യന്മാർ ഈ യാത്രയൊക്കെ ഇത്ര പാടുപെട്ട് നടത്തിയത് എന്നുള്ളത് ഒരു മിനിറ്റിനുള്ളിൽ നമുക്ക് പറയാം. എക്കണോമിക് മോട്ടീവ്സ്, സാമ്പത്തിക കാരണങ്ങൾ. വിവരിക്കാതെ തന്നെ സംഗതി എന്തുവാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായില്ലേ? റിലീജിയസ് മോട്ടീവ്സ് മനസ്സിലായോ? ഒന്ന് ചിന്തിച്ചാൽ എന്താ റിലീജിയസ് മോട്ടീവ് എന്നുള്ളത് മനസ്സിലാവും. പൊളിറ്റിക്കൽ മോട്ടീവ്സ്, രാഷ്ട്രീയ താല്പര്യങ്ങൾ. അപ്പം മനസ്സിലായോ? നമുക്ക് നോക്കാം. എക്കണോമിക് മോട്ടീവ്സ് എന്ന് പറയുമ്പോൾ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മോട്ടീവ് ഫോർ ദ ജോഗ്രാഫിക്കൽ ഡിസ്കവറീസ് വാസ് എക്കണോമിക്. സാമ്പത്തികം. മറ്റ് രാജ്യങ്ങളിൽ നിന്നെല്ലാം കിട്ടാവുന്നത്ര സാധനങ്ങൾ കൊണ്ടുവന്ന് സ്വന്തം രാജ്യത്തിനെ പിന്നെ സമ്പന്നമാക്കി തീർക്കുക. റിലീജിയസ് മോട്ടീവ് ആണല്ലോ ദ ഡിസയർ ടു സ്പ്രെഡ് ക്രിസ്ത്യാനിറ്റി ഔട്ട്സൈഡ് യൂറോപ്പ് സ്റ്റിമുലേറ്റഡ് ജിയോഗ്രാഫിക്കൽ എക്സ്പ്ലോറേഷൻസ്. അപ്പോൾ ക്രിസ്ത്യാനിറ്റി യൂറോപ്പിൻ്റെ മതമായിട്ടൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഇത് ലോകം മൊത്തവും പ്രചരിപ്പിക്കണം. നമുക്കറിയാം, ജീസസിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ എല്ലാ രാജ്യങ്ങളിലോട്ട് ഇത് വളർത്താൻ വേണ്ടി പോയത് ഹിന്ദുയിസത്തിനെ പോലല്ല, ഇസ്ലാമിലും ക്രിസ്ത്യാനിറ്റിയിലും, പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റിയിലും ഒക്കെ അവരുടെ ഈ മതത്തിനെ ലോകത്തെല്ലാം സ്പ്രെഡ് ചെയ്യേണ്ടതും അവരുടെ ലക്ഷ്യം തന്നെയാണ്. അപ്പോൾ അതുവഴി തോമസ് ലീഗ, സെൻറ്റ് തോമസ് ഇനി ഇന്ത്യയിൽ വന്നായിട്ടും കേരളത്തിൽ വന്നായിട്ടും ഒക്കെ വന്നെന്നും വന്നില്ലെന്നും ഒക്കെ തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്തായാലും നിരവധിയായ പള്ളികളൊക്കെ കേരളത്തിലുണ്ട് തോമസ് ലീഗയുടെ കാലത്തെ പണിഞ്ഞാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ മതത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി. പിന്നെ പൊളിറ്റിക്കൽ മോട്ടീവ്സ്. ദ യൂറോപ്യൻ കൺട്രീസ് വാണ്ടഡ് ടു എസ്റ്റാബ്ലിഷ് പൊളിറ്റിക്കൽ ഡോമിനേഷൻ ഓവർ ദ നോൺ യൂറോപ്യൻ വേൾഡ്. അപ്പം പിന്നെ അല്ലാത്തുള്ള മറ്റ് രാജ്യങ്ങളിലേക്കും അവരുടെ ആധിപത്യം സ്ഥാപിക്കുക, പാവപ്പെട്ട കൊച്ചു കൊച്ചു രാജ്യങ്ങളെല്ലാം പിടിച്ചെടുത്ത് അവിടെ ഭരണം സമ്പാദിക്കുക എന്നുള്ളത് ആണ് ഇവരുടെ ഒരു ലക്ഷ്യം. അപ്പോൾ അതിലൊന്നും വലിയ എക്സാം പോയിന്റ് ഇല്ല, എങ്കിലും പെട്ടെന്ന് തന്നെ ലക്ഷ്യം മനസ്സിലായല്ല. ഈ 3 വാക്കങ്ങ് ഓർത്തിരുന്നാൽ മതി: എക്കണോമിക്, റിലീജിയസ്, പൊളിറ്റിക്കൽ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംഗതി മനസ്സിലാവും. അടുത്ത, സ്പെയിൻ എസ്റ്റാബ്ലിഷ് ആൻ എംപയർ ഇൻ അമേരിക്ക. അമേരിക്കയിൽ സ്പെയിൻ ഒരു സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. അത് ഈ ഫോക്കസ് പോയിന്റിൽ ഇല്ലെങ്കിലും ലേശം പരീക്ഷാ പോയിന്റായിട്ട്, ഫോക്കസ് പോയിന്റ് ഒന്നും വരാത്ത കാലത്ത്, കോർട്ടസ് ആൻഡ് അസ്റ്റെക്സ്. റൈറ്റ് എ നോട്ട് ഓൺ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോർട്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയിൻ്റെ ഒരു സൈനിക മേധാവിയാണ്. അസ്റ്റെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആരാണെന്ന്, ആദിവാസ ഗോത്ര അമേരിക്ക ഭരിച്ചുകൊണ്ടിരുന്ന അന്നത്തെ ആ പ്രാചീന മനുഷ്യരാണ്. അപ്പോൾ അവരെ കോർട്ടസ് എങ്ങനെ നേരിടുന്നു എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോർട്ടസ് ആൻഡ് ഈ സോൾജേഴ്സ് വെർ കാൾഡ് കോൺക്വിസ്റ്റഡോഴ്സ്. വാക്കൊരല്പം അവ്യക്തമല്ലേ? കോർട്ടസ് എന്ന് പറയുന്ന സൈന്യാധിപനും അയാളുടെ പട്ടാളക്കാർ ഒക്കെ അറിയപ്പെടുന്നത് കോൺക്വിസ്റ്റഡോഴ്സ് എന്നാണ്. ദ കോൺക്വേർഡ്
ദേ കോൺകേർഡ് മെക്സിക്കോ സ്വിഫ്റ്റ്ലി ആൻഡ് റൂത്ത്ലെസ്ലി. അവർ മെക്സിക്കോ പിടിച്ചെടുത്തത് സ്വിഫ്റ്റ്ലി, പെട്ടെന്നും, റൂത്ത്ലെസ്ലി, വളരെ ക്രൂരമായിട്ട്, നിഷ്കരുണമായിട്ടുമാണ്. ദ അസ്ടെക് കിങ് മോണ്ടിസുമ സെൻഡ് an official to meet him. He was terrified at the aggressive of the Spanish. അസ്റ്റക്കുകൾ അന്നേരം ഭരിച്ചുകൊണ്ടിരുന്ന മോണ്ടിസുമ എന്ന് പറയുന്ന രാജാവ് ഒഫീഷ്യൽസിനെ, ഈ ദൂതന്മാരെ, എൻവോയ്സിനെ അങ്ങോട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് വിട്ടു. ഞങ്ങളെ ആക്രമിക്കുകയൊന്നും ചെയ്ത് ഇവിടെ വന്നോളൂ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സ്വർണ്ണമോ കാര്യങ്ങളോ ഒക്കെ തരാം. അപ്പോൾ എന്തോ കാര്യം, ഇവർ മറ്റുള്ളവരെ ആക്രമിക്കുന്നതിൻ്റെ വാർത്തകളൊക്കെ അവിടെ എത്തി. അവരുടെ ഈ ആക്രമണോത്സുകതയിൽ ഭയന്നു പോയിട്ടാണ് ഈ മോണ്ടിസുമ ഉൾപ്പെടെയുള്ള ആസ്റ്റക്കുകൾ ഇവരെ വിളിക്കുന്നത്. കോർട്ടസ് വാസ് കോർഡിയലി റിസീവ്ഡ് ബൈ മോണ്ടിസുമ. The Aztecs led the Spaniards into the heart of the city. There the emperor showered them with gifts. അപ്പോഴേ ഹാർദവമായിട്ട് ഈ കോർട്ടസ് എന്ന് പറയുന്ന ക്രൂരനായ സ്പാനിഷ് സൈന്യാധിപനെയും സൈന്യത്തിനെയും പാവപ്പെട്ട അസ്റ്റക്കുകൾ അവരുടെ ടെനോച്ചിറ്റ്നൻ എന്ന് പറയുന്ന ആ സിറ്റിക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ വന്നിട്ട് ഇഷ്ടംപോലെ സമ്മാനങ്ങളൊക്കെ ഷവേർഡ് ആവശ്യം പോലെ വാരി വലിച്ച് അവർക്ക് കൊടുത്തേതു. ദ ഫിയേഴ്സ് ഓഫ് ദ അസ്റ്റക്സ് പ്രൂവ്ഡ് ടു ബി ട്രൂ. അസ്റ്റക്കുകളുടെ ഭയം ചുമ്മാതായില്ല, അത് സത്യമായി. വിത്തൗട്ട് എനി എക്സ്പ്ലനേഷൻ കോർട്ടസ് പ്ലേസ്ഡ് ദ എംപറർ അണ്ടർ ഹൗസ് അറസ്റ്റ് ആൻഡ് അറ്റംപ്റ്റഡ് ടു റൂൾ ഇൻ ഹിസ് നെയിം. ഇത്രയൊക്കെ സഹായങ്ങൾ ചെയ്ത മോണ്ടിസുമ എന്ന് പറയുന്ന ഭരണാധികാരിയെ ഹൗസ് അറസ്റ്റ്, വീട്ടു തടങ്കലിലാക്കിയിട്ട് സ്വന്തം പേരിൽ ഈ കോർട്ടസ് ഭരണം അങ്ങ് ആരംഭിച്ചു. അപ്പോൾ ഈ സമയത്ത് കോർട്ടസിന് പെട്ടെന്നൊന്ന് സ്പെയിനിലോട്ട് നോക്കി ഒന്ന് തിരിച്ചു പോകേണ്ടി വന്നു. ആ സമയത്ത് സ്പെയിൻകാരുടെ ക്രൂരതയിൽ സഹികെട്ട അസ്റ്റക്സുകൾ തിരിച്ചടിക്കുന്നു. ആകെ കുഴപ്പമാകുമ്പോഴാണ് ഇയാൾ തിരിച്ചു വരുന്നത്. എറൗണ്ട് ദിസ് ടൈം മോണ്ടിസുമ ഡൈഡ് അണ്ടർ മിസ്റ്റീരിയസ് സർക്കംസ്റ്റാൻസസ്. ദ അസ്റ്റക്സ് കണ്ടിന്യൂഡ് ടു ഫൈറ്റ് സ്പാനിയാർഡ്സ്. മോണ്ടിസുമ തീർത്തും ദുരൂഹമായ സാഹചര്യത്തിൽ വധിക്കപ്പെട്ടു. അസ്റ്റക്കുകൾ എന്നിട്ടും ഇവർക്കെതിരെ പോരാടി. ദാരുണമായ പരാജയങ്ങളൊക്കെ ഏറ്റുവാങ്ങിയാൽ അതിലൊന്നും തളരാതെ അസ്റ്റക്കുകൾ അതിശക്തമായിട്ട് പോരാടി. അപ്പോൾ ഒരുപാട് കോൺക്വിസ്റ്റഡേഴ്സിനെയും പിന്നെ ടെക്സ്കലാൻ എന്ന് പറയുന്ന ആ നാട്ടിലെ തന്നെ ഭീകരന്മാരായിട്ടുള്ള അവന്മാരുടെ കൂട്ടാളികളെയും ഒക്കെ ഒരുപാട് എണ്ണത്തിനെ കൊന്നുകളയാൻ സാധിച്ചു. കോർട്ടസ് ടുക്ക് 2 years ടു കംപ്ലീറ്റ് ദ കോൺകസ്റ്റ് ഓഫ് മെക്സിക്കോ. എന്നിരുന്നാലും മെക്സിക്കോയിൽ ഒരു 2 വർഷം കൊണ്ട് കോർട്ടസ് കീഴടക്കി. He became Captain General of New Spain in Mexico. ഇദ്ദേഹം ന്യൂ സ്പെയിൻ, മെക്സിക്കോയിൽ അദ്ദേഹം ഉണ്ടാക്കിയ പുതിയ സ്പെയിൻ്റെ ക്യാപ്റ്റൻ ജനറലായിട്ട് ഈ ക്രൂരനായ കോർട്ടസ് തിരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അവസാനം അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയതാണ്. 180 പട്ടാളക്കാരും 30 കുതിരകളും മാത്രം ഉണ്ടായിരുന്ന ഇദ്ദേഹമാണ് 100,000 പേര് താമസിക്കുന്ന ആ മഹാ സിറ്റി ആക്രമിച്ചത്. പക്ഷെ അപ്പോഴേക്കും ഈ അസ്റ്റക്കുകളുമൊക്കെ ഭയന്നുപോയി. പരാജയം മുൻകൂട്ടി കൊണ്ട് ഒരുപാട് അശുഭ ലക്ഷണങ്ങളൊക്കെ കണ്ട് രാജാവ് തന്നെ ആത്മഹത്യ ചെയ്തു. ജനം, മനസ്സ് ഭയം നിറഞ്ഞ ജനം തോറ്റു കൊടുക്കുകയാണ് ചെയ്തത്. അടുത്ത പിസാറോ ആൻഡ് ദ ഇൻകാസ്. പിസാറോ എന്ന് പറയുന്ന ഭരണാധികാരി ഇൻകാസും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച്, കോർട്ടസും ആസ്റ്റക്കുകളും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ചോദിക്കാൻ ചെറിയ സാധ്യത, ഒരു കഥ പോലെ മനസ്സിലിരുന്നാൽ മതി. അടുത്ത് പിസാറോവും ഇൻകകളും. പിസാറോ ആൻഡ് ദ ഇൻകാസ്, വേറൊരു ക്രൂരനായ സ്പാനിഷ് അഡ്വഞ്ചററും ഇൻകകളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. പിസാറോ, another Spanish adventurer and was uneducated and poor. He joined the army and reached the Caribbean islands in 1502. അപ്പം ഒരു സ്പാനിഷ് അഡ്വഞ്ചറാണ്, വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ലാത്ത ദരിദ്രനായിരുന്ന പിസാറോ. അപ്പോൾ ഇദ്ദേഹം ഒരു സൈന്യത്തിൻ്റെ ഒപ്പം കരീബിയൻ ഐലൻഡ്സിൽ 1502 വന്നു. അപ്പോൾ അവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇയാളുടെ മനസ്സിലേക്ക് ദൂരെ മൂത്തു. അപ്പം ഏതെങ്കിലും തരത്തിൽ അവിടെ ആക്രമിക്കുകയോ കീഴടക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഭരിക്കാനുള്ള അവസരമൊക്കെ കിട്ടുന്നുള്ള അറിയാം. അവിടുത്തെ രാജാവിന് അവിടെ നിന്ന് കിട്ടിയ സ്വർണ്ണമൊക്കെ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ രാജാവിൻ്റെ മനസ്സിൽ ഉടനെ സ്വർണത്തിനോടുള്ള ആർത്തി മൂത്തു. അപ്പോൾ ഇദ്ദേഹത്തിന് നേരെ ഇൻകകളുടെ അടുത്തേക്ക് പോകാനുള്ള എല്ലാവിധ സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു കൊടുത്തു. അസ്റ്റക്കുകളെ ഇദ്ദേഹം ആക്രമിച്ച പോലെ തന്നെ, കോർട്ടസ് ആക്രമിച്ച പോലെ തന്നെ ആക്രമിക്കാൻ പ്ലാൻ ഇട്ടു. എങ്കിലും അതുപോലെ അല്ല ഇൻക സാമ്രാജ്യത്തിലെ സ്ഥിതി എന്ന് കണ്ട്. ഇൻക സാമ്രാജ്യത്തിലെ സ്ഥിതി നമുക്ക് നോക്കാം.
In 1532, Atahualpa secured the throne of the Inca Empire after a civil war. 1532 അതഹുവാൽപ്പ ഒരാഭ്യന്തര യുദ്ധത്തിന് ശേഷം ഇൻക സാമ്രാജ്യത്തിലെ സിംഹാസനം കൈയടക്കി. അപ്പോൾ ഇയാൾ ചെന്ന നല്ല സമയത്താണ്. അതുവരെ ഉണ്ടായിരുന്ന ഇൻക ഭരണാധികാരിയെ അതഹുവാൽപ്പ എന്ന് പറയുന്ന ഒരാൾ ആഭ്യന്തര യുദ്ധത്തിലൂടെ തകർത്ത് ഭരണം പിടിച്ചെടുത്തു. പിസാറോ അറൈവ്ഡ് ഓൺ ദ സീൻ ആൻഡ് ക്യാപ്ചേർഡ് ദ കിങ് ആഫ്റ്റർ സെറ്റിംഗ് എ ട്രാപ്പ് ഫോർ ഹിം. ഒരു കെണി വെച്ച് അതഹുവാൽപ്പയ്ക്ക് പണി കൊടുത്തു, പിടികൂടി. ദ കിങ് ഓഫേർഡ് എ റൂം ഫുൾ ഓഫ് ഗോൾഡ് ആസ് റാൻസം ഫോർ ഹിസ് റിലീസ്. രാജാവ് എന്താണെന്നറിയോ അദ്ദേഹത്തിന് റിലീസിന് പകരം കൊടുക്കാമെന്നേറ്റത്? ഒരു മുറി നിറയെ സ്വർണം, മോചനദ്രവ്യം. ചരിത്രം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ റാൻസം മോചനദ്രവ്യമാണ്. ഒരു മുറി നിറയെ സ്വർണം തരാം എന്നെ വിടാമെങ്കിൽ. ബട്ട് പിസാറോ ഡിഡ് നോട്ട് അക്സെപ്റ്റ് ഹിസ് പ്രോമിസ്. ഹി എക്സിക്യൂട്ടഡ് ദ കിങ്. ഇതൊന്നും കേട്ടില്ല, രാജാവിനെ കൊന്നു കളഞ്ഞു, ജനങ്ങളെ കൊള്ളയടിച്ചു, ആ രാജ്യം തകർത്തു വരികയാണ്. 2 വർഷം തുടർച്ചയായിട്ട് അങ്ങനെ ചെയ്തു. പ്രതികരിക്കാവുന്ന രീതിയിലെല്ലാം ഇൻകകൾ പ്രതികരിച്ചു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. വിത്തിൻ 5 years the Spanish had located the vast silver mines in Potosi in modern Bolivia. They enslaved the Inca people and made them work in these mines. 5 വർഷത്തിനുള്ളിൽ സ്പെയിൻകാർ അവിടെ വലിയ വെള്ളി ഖനികൾ പൊട്ടോസി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ബൊളോവിയയിലുമൊക്കെ അങ്ങോട്ട് സ്ഥാപിച്ചു. ദേ എൻസ്ലേവ്ഡ് ദ ഇൻകാസ്. ഇൻകകളെ അടിമകളാക്കി, സ്വന്തം നാട്ടിലെ അടിമകളാക്കി. ആ രീതി മെനക്കെട്ടൊന്നും ജോലി ചെയ്തിട്ടില്ലാത്ത ആ പാവത്തുങ്ങളെ അടിമകളാക്കി ഈ മൈനുകളിൽ ജോലി ചെയ്യിപ്പിച്ചു. അതൊക്കെ നല്ല വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാലൊക്കെ വീണ് ചത്തുപോകുന്ന. അപ്പോൾ അത്രയും ആരോഗ്യ ആ ജനതയ്ക്കുള്ളൂ, അത്രയൊന്നും അവർ സ്ട്രെയിൻ എടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇവരെ ഏറ്റവും കൂടുതൽ കൊന്നൊടുക്കിയതും ഇവരുടെ ആയുധങ്ങളല്ലെന്നാണ് പറയുന്നത്, യൂറോപ്യന്മാരുടെ ആ അദൃശ്യങ്ങളായ ആയുധങ്ങൾ. എന്തോന്നറിയാം, യൂറോപ്യന്മാർ കൊണ്ടുവന്ന ഈ അസുഖങ്ങൾ. ഈ പാവത്തുകൾക്ക് അധികമായ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ യൂറോപ്യന്മാർ കൊണ്ടുവന്ന അസുഖങ്ങൾ വന്നിട്ട് ഇവർ കൂട്ടത്തോടെ ചത്തൊടുങ്ങാൻ തുടങ്ങി. അപ്പോൾ ആ രീതിയിലൂടെ ആയപ്പോഴേക്കും നാശം. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇത് ഇപ്പോൾ കോർട്ടസിൻ്റെ കാര്യം പറഞ്ഞു, കോർട്ടസും ആസ്റ്റക്കുകളും. അപ്പോൾ ഇന്ന് പിസാറോവും ഇൻകകളും. ഇതൊന്നും ഇതിൽ ഫോക്കസ് പോയിന്റ് ഉള്ളതല്ല. അപ്പോൾ ഒന്ന് കേട്ട് ഇരുന്നാൽ മതി. ഇതൊരു സ്റ്റോറി ആയിട്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമാവും. ഇനി കബ്രാൾ എന്ന് പറയുന്ന വ്യക്തി, പെഡ്രോ അൽവാരസ് കബ്രാൾ, ബ്രസീലിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇതുപോലെ നമ്മൾ ജസ്റ്റ് അടുത്ത ക്ലാസ്സിലൊന്ന് പറഞ്ഞു പോകും. പിന്നീട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരു സ്ഥിരം ചോദ്യമായ കോൺകസ്റ്റ് കോളനീസ് ആൻഡ് സ്ലേവ് ട്രേഡ്. അപ്പം ഈ കോളനികളുടെയൊക്കെ കീഴടക്കലും അടിമ വ്യാപാരത്തിനെ പറ്റി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കണം. അപ്പോൾ ഫോക്കസ് പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ഉറപ്പുമില്ല. അത് പക്ഷേ ജസ്റ്റ് നിങ്ങൾ വായിച്ചിരിക്കണം. ഫോക്കസ് പോയിന്റിലുള്ള വെളിയിലുള്ളത് നമുക്ക് എന്തെങ്കിലും അറിഞ്ഞിരിക്കാൻ. ഇപ്പോൾ ഫോക്കസ് പോയിന്റ് ഇംഗ്ലീഷും മലയാളവും നമ്മൾ ഇട്ട് തന്നിട്ടുണ്ട്. ഫോക്കസ് പോയിന്റ് ഇപ്പോഴും പലർക്കും ഡൗട്ടാണ്, അത് തന്നെ പഠിച്ചാൽ മതിയോ അതിനപ്പുറം വേണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ഡൗട്ടുണ്ട് കുട്ടികൾക്ക്. പക്ഷേ 80 മാർക്കിന് 160 മാർക്കിൻ്റെ ചോദ്യം കാണുമെന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതിലേതാണ്ട് 120 മാർക്കും ഫോക്കസ് പോയിന്റിൽ നിന്നായിരിക്കും. നമ്മളിത് പറഞ്ഞ എല്ലാവരും ഫോക്കസ് പോയിന്റ് മാത്രം നോക്കും. മടിയന്മാരത് മാത്രം നോക്കിക്കൊണ്ട് പോകണ്ട എന്ന് കരുതി നമുക്ക് ഒരിക്കലും അത് പറയാൻ പറ്റത്തില്ല. അതിനുള്ള കാര്യങ്ങൾ ഫോക്കസ് പോയിന്റ് വൃത്തിയായിട്ട് പഠിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ആണെങ്കിൽ ഒന്ന് വായിച്ചു വിടുന്നു. ജസ്റ്റ് ഒരു കഥ പോലെ ഇമാരുടെ ക്രൂരതകളൊക്കെ ഒരു മനസ്സിലിരിക്കത്തില്ലേ, ഏത് ഭാഷയിലായാലും നമുക്ക് എഴുതാൻ പറ്റും, കഥ പോലെ ഇരിക്കുന്നു. ശരി, ശേഷം അടുത്ത ക്ലാസ്സിൽ.